ഹായ് എല്ലാവർക്കും വീണ്ടും മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു റെസിപ്പിയായിട്ട് വരും എന്നുള്ളത്. നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇനിയും ഒരു 2-3 വ്ളോഗുകൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കേരളത്തിൽ വളരെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ഡിഷാണ്. എൻ്റെ വീട്ടിലുള്ളവർക്കും അത് പൊതുവേ വളരെ ഫേവറേറ്റാണ്. ഞാൻ എപ്പോൾ അത് ഉണ്ടാക്കിയാലും. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഇത് ഒരു യുണീക്ക് റെസിപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ്സ് മൈ കൈൻഡ് ഓഫ് ഫാമിലിയുടെ ഒരു സീക്രട്ട് റെസിപ്പി എന്ന് തന്നെ പറയാം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ ജനറേഷൻ പാസ് ചെയ്ത് വന്ന ഒരുപാട് റെസിപ്പീസും ഉണ്ട്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസും ഉണ്ട് വിത്ത് മൈ ഓൺ സം പ്രൊഫഷണൽ ടച്ച്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 ഒണിയൻസ് ആണ്, ലാർജ് 3 ഒണിയൻസ് ആണ് നമുക്ക് വേണ്ടത്, സ്ലൈസ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗാർലിക്, അത് നീളത്തിലരിഞ്ഞതാണ്. നമുക്ക് ജൂലിയൻ സൈസിലാണ് ആവശ്യം. ഇതിൽ ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതിനായിട്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ ചില്ലീസ്, പച്ചമുളകാണ്, അത് കുനുകുനാന്ന് അരിഞ്ഞത് നമുക്ക് വേണം. പിന്നെ ജിഞ്ചർ ജൂലിയൻസായി നീളത്തിലരിഞ്ഞത്. പിന്നെ കറിവേപ്പില, ഓഫ് കോഴ്സ് നാടൻ എല്ലാ വിഭവങ്ങൾക്കും കറിവേപ്പില വേണം. ഇതിൻ്റെ അകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാംസ് ബീഫാണ്. ഇത്രയും മതി ഇപ്പോഴത്തേക്ക് ഈ ഒരു റെസിപ്പീന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ബീഫ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ബീഫിൻ്റേത്. ഞാനിവിടെ വേറൊരു ടൈപ്പ് ഓഫ് ചട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ചട്ടി. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചട്ടിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ ഒത്തിരി ടൈപ്പ് ഓഫ് ഈ ക്ലേ പോട്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അതെൻ്റെ അമ്മ കളക്ട് ചെയ്യുന്നതാണ് കൂടുതലും. നമുക്ക് ഫസ്റ്റ് ഇന്ന് നമ്മൾ കോക്കനട്ട് ഓയിൽ, നമ്മുടെ നാടൻ രുചികൾക്ക് എല്ലാവർക്കും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ പാചകം ചെയ്യുന്നതാണ്. ഞാൻ ഏതാണ്ടൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിൽ ചേർത്തിട്ടുണ്ട്. 2 to 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. കാരണം ഇത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണ്ടി വരും ഈ ഒരു റെസിപ്പിക്ക്. ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ക്രിസ്മസ് അല്ലേ, കുഴപ്പമില്ല, കുറച്ച് ഡയറ്റൊക്കെ മാറ്റി വെക്കാം ഈ ഒരു സമയത്തേക്ക്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ ഒരു ഇയർ വരുന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ. നമുക്കിനി കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്. ഞാൻ എത്രയൊക്കെ ചേർക്കും എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ദാറ്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഈ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. ഓൾറെഡി എണ്ണ നല്ല ചൂടാണ്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇനി ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 വലിയ സൈസ് സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി എണ്ണ നല്ല ചൂടാണ്. ഞാനിവിടെ സ്റ്റീൽ തവി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അത് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക എണ്ണയുമായിട്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പാചകത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി നമുക്ക് ചേർക്കാം. നീളത്തിലരിഞ്ഞതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി, അത് ജൂലിയൻസ് ആക്കി കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞ ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിഞ്ചറിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് നമുക്കൊരു അത്യാവശ്യം എരിവുള്ളവർക്കൊക്കെ പച്ചമുളക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറിവേപ്പില, നാടൻ ഭക്ഷണങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവണം. അത് വളരെ ബീഫിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിന്, ഫൈനൽ ഔട്ട്കമ്മിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർക്കുന്നത്. ബാക്കി നമുക്ക് ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് അനുസരിച്ച് ചേർത്തോളൂ. ഇനി ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല റെസിപ്പിയിലേക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഒരു യുണീക്ക് ട്രഡീഷണൽ ടച്ച് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതും കൂടെ റെസിപ്പിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു യുണീക്ക്നെസ് കിട്ടും. ആ ഒരു തേങ്ങാക്കൊത്ത് നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന നല്ല രസമല്ലേ തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുള്ള എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു യുണീക്ക് ഫ്ലേവർ നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ളൊരു മണവും വരും അല്ലേ. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിനി നമ്മുടെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മസാലപ്പൊടികളാണ് നമ്മളിനി ചേർക്കാനായിട്ട് പോകുന്നത്. നമ്മളിനി ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ടേമറിക് പൗഡറാണ്. നമ്മളൊരു 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്കൊരു കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയെങ്കിൽ അതായാലും മതി. നമുക്ക് ഇച്ചിരി കൂടുതൽ വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എരിവ് എനിക്ക് കുറച്ച് വേണം, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാലും മതി.
പിന്നെ നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ഈ ബീഫ് റെസിപ്പിയിൽ കുറച്ച് കൂടുതൽ വേണം. കാരണം മല്ലി എന്ന് പറയുന്നത് നമ്മുടെ ബീഫിൻ്റെ ഒരു കോമ്പിനേഷനിൽ എസ്പെഷ്യലി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് വളരെ ഒരു യുണീക്ക് ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു മല്ലിപ്പൊടി. ഇനി നമുക്ക് നമ്മുടെ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്കമിങ് വ്ലോഗ്സിൽ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്കിൽ ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. കറിയിലേക്ക് നമുക്ക് വളരെയധികം ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും തരുന്നത് ഈ ഒരു മസാലപ്പൊടി പിന്നെ നമ്മുടെ ബീഫിൻ്റെ ടെൻഡർനെസ്സും ആണ്. ഏത് ടൈപ്പ് ഓഫ് ബീഫാണോ യൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫ്രഷ് ബീഫാണെന്നുണ്ടെങ്കിൽ അതിന് യുണീക്ക് ടേസ്റ്റ്, അതിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും അതിന് നമുക്ക് കിട്ടുക. സോ ഈ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു കറിയുടെ ആ ഒരു ഞാൻ എങ്ങനെയാണോ റെസിപ്പി ഫോളോ ചെയ്യുന്നത് ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാണ് ഇത് പ്രഷർ കുക്കർ ചെയ്തിരിക്കുന്നത്. കാരണം ബാക്കിയുള്ള ഫ്ലേവർ എല്ലാം ഇതിലേക്ക് പിടിച്ചോളും. നമ്മളിപ്പോൾ ആവശ്യമുള്ള മസാലപ്പൊടിയൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ബീഫിൽ നമ്മൾ ആ ഒരു റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീഫ് അത് എല്ലാം അബ്സോർബ് ചെയ്തെടുത്തോളും. സോ ഒരു ഫ്ലേവർ നമുക്കിവിടെ മിസ് ഔട്ട് ആവുന്നില്ല. അത് ബീഫ് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൈഡ് ആ ഒരു പ്രോസസ്സിൽ. നമ്മൾ നന്നായിട്ട് അതിനെ യോജിപ്പിച്ചെടുക്കാം. മസാല മീറ്റ് എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് കുക്കാവണം. ഓൾറെഡി ഞാൻ ബീഫ് കുക്ക് ചെയ്തിട്ടുള്ളതാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ കുക്കിംഗ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എണ്ണ കുറച്ച് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഏകദേശം 10 മിനിറ്റോളം ഇത് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കായിട്ട് നമ്മുടെ ബീഫിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ആവുന്ന ആ ഒരു ലിക്വിഡ് ബീഫ് സ്റ്റോക്ക് വിത്ത് ബീഫ് ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റെസിപ്പിയിൽ. അത് വളരെ യുണീക്നെസ് മാത്രമല്ല ടേസ്റ്റ് അപ്പാര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ സ്റ്റോക്ക് ചേർത്ത് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ. കാരണം ഇത് എണ്ണയിൽ കറന്ന് ഇങ്ങനെ എസ്പെഷ്യലി ചട്ടിയിലും കൂടെ വെക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ചെയ്യാം. ചട്ടിയിലും കൂടെ വെച്ച് ചെയ്യുമ്പോൾ അത് ഇരട്ടി ഒരു നാടൻ രുചി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മുടെ പൊറോട്ടയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പാൽക്കപ്പയിലൂടെയൊക്കെ നമുക്കിത് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. അത് അമേസിങ് ടേസ്റ്റാണ്. എസ്പെഷ്യലി നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് എൻ്റെ വീട്ടിൽ പാൽക്കപ്പ വളരെ ഫേമസ് ആണ്. സോ നിങ്ങൾക്ക് കാണാം ഞാനൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ല ഒന്നാന്തരമായി അത് ഡ്രൈ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു യുണീക്നെസ് മാത്രമല്ല നമ്മുടെ ആ ഒരു ബീഫിന് മൊത്തത്തിലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ ഉപയോഗപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു നെയ്യ് എന്ന് പറയുന്നത്. നമുക്കൊരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ നെയ്യ് എന്ന് പറയുന്നത് ഗീ ഈസ് എ ഗുഡ് ഫാറ്റ്. സോ നമ്മളത് ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഞാൻ എൻ്റെ സെർവിങ് ഡിഷിലേക്ക് എൻ്റെ ബീഫ് ഡ്രൈ ഫ്രൈയുടെ ഫൈനൽ ലുക്ക് വിത്ത് നമ്മുടെ നാടൻ ടച്ചിന് വേണ്ടി ഞാൻ ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് ആ ഒരു ഗാർണിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. കമൻറ്റ് സെക്ഷനിൽ പറയുകയും ചെയ്യണം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ഓഫ് മൈ റെസിപ്പി. ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ വെച്ച് നല്ല ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. അത് കമൻറ്റ് സെക്ഷനിൽ എനിക്ക് എൻ്റെ അത് അഭിപ്രായം പറയുക. എന്തെങ്കിലും നിങ്ങൾക്കൂടെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഇതിൻ്റെ അകത്ത് സജഷൻസൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ കാണും. അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഫാമിലിയാണല്ലോ. സോ വി ടേക്ക് സജഷൻസ് ഫ്രം വൺ അനദർ. സോ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. സോ കീപ്പ് ഓൺ വാച്ചിങ് മൈ ക്രിസ്മസ് സീരീസ് ട്രിവാൻഡ്രം കിച്ചൺ. അടുത്ത വ്ളോഗിൽ നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു.